അപ്പോൾ നമ്മൾ ഇത് കണ്ടല്ലോ, ഇത് കിള്ളിയാറിൻ്റെ ഒരു വശമാണ്. ഈ നഗരത്തിലെ എല്ലാ കുടിവെള്ളം വരെ കിട്ടാൻ സാധിക്കുന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണ് കിള്ളിയാർ. ഈ കിള്ളിയാർ നദിയുടെ അപ്പുറത്തെ വശം, ആ വശം ആറന്നൂർ വാർഡാണ്. ആറന്നൂർ വാർഡ് മേയർ, നമ്മുടെ നഗരസഭ ഭരിക്കുന്ന മേയർ അപ്രൂവൽ കൊടുത്ത് കിള്ളിയാറിൻ്റെ ഒരു ഭാഗം, അവരുടെ ആറന്നൂർ വാർഡിൻ്റെ ഒരു ഭാഗം റോഡ് നിർമ്മിക്കാൻ വേണ്ടി, സ്വകാര്യ വ്യക്തികളെ സംരക്ഷിക്കാനായിട്ട് റോഡ് നിർമ്മാണത്തിന് വേണ്ടി കല്ലും മണ്ണും എല്ലാം ഇറക്കി 65 ലക്ഷം രൂപ നഗരസഭ, നമുക്കറിയാമല്ലോ നമ്മുടെ മേയറിൻ്റെ സ്ഥിതി, എല്ലാ കാര്യവും ഒരു ദാക്ഷിണ്യം, ഒരു വെറും കുട്ടിക്കളി പോലെ രീതിയിലാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് ആ ഭാഗത്ത് റോഡ് നിർമ്മാണത്തിന് വേണ്ടി കിള്ളിയാർ നദി കയ്യേറിയതിന് ശേഷം ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ഒന്നടങ്കം ഞാനും പരാതി കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് വർക്ക് കണ്ട് ഉടനെ സ്റ്റോപ്പ് കൊടുത്തു. എന്നാൽ അവിടെ അതിലേക്ക് ഇറക്കിയ കരിങ്കല്ലുകളും മണൽ ഒരു സാധനങ്ങൾ പോലും എടുത്തിട്ടില്ല. അവർ കാണിക്കാൻ വേണ്ടി കുറച്ച് കല്ലെടുക്കുന്ന രീതിയിൽ കാണിച്ചതല്ലാതെ ധാരാളം മണ്ണും കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് പതിവിൽ വിപരീതമാണ്. ഇപ്പോൾ ഈ ഭാഗത്ത് അവിടെ വന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യമില്ലാതെ ആ വെള്ളം പൊങ്ങി ഇപ്പുറത്തുള്ള വീടുകളിലോട്ടാണ് വരുന്നത്. ഇത് ജഗതി വാർഡാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകളാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. അപ്പുറത്തെ ഈ ആറന്നൂർ വാർഡിലെ ഈ കൗൺസിലർ നമ്മുടെ മേയറിൻ്റെ ഒത്താശയോട് കൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഈ നഗരസഭയിൽ നമുക്ക് ചോദിക്കാനും പറയാനും ആളില്ല. അവരുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും സംസാരിച്ച് പോയാൽ അവർ നമുക്കെതിരെ കള്ളക്കേസുകളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇവിടെ ഉള്ള വൃദ്ധരും വയസ്സായ അവർക്ക് ആശുപത്രിയിൽ പോകാൻ പോലുമുള്ള ഒരു സാഹചര്യമില്ല. ഇവിടെ നിന്ന് ഇനി നമ്മളെല്ലാ ആളുകളെല്ലാം വന്നിട്ട് ഇവരെ എടുത്തിട്ട് വേണം റോഡിലോട്ട് കൊണ്ടുപോകാൻ. ഈ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ല. അവർ ചെറിയ ഒരു പെട്ടിക്കട വെച്ചിട്ട് ഒരു അന്നുള്ള ആഹാരത്തിന് വകയായിട്ട് പോകണം. അവരുടെ മകനും സുഖമില്ലാത്ത രീതിയാണ്. അപ്പോൾ ഇവരെങ്ങനെ ഇനി ഇവിടെ നിന്ന് ഈ വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് പോകും? അപ്പോൾ ഇതൊക്കെ ഈ സമയത്ത് അവിടുത്തെ ഈ അഴിമതി നടത്തിയവർ വിലസുകയാണ്. അവർ വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. കിള്ളിയാറ് കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഈ കിള്ളിയാറ് ഒഴുകാനുള്ള ആറിന് വീതി ഉണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കയ്യേറി പോകുന്നു. ഇവിടുന്ന് അടുത്ത ഒഴുകുന്ന ഭാഗം ആറ്റുകാൽ നമ്മുടെ ക്ഷേത്രത്തിലോട്ട് പോകുന്ന ബണ്ട് ഭാഗം, ആ ബണ്ട് ഭാഗം മുഴുവൻ കടകളും കയ്യേറി കഴിഞ്ഞു. കടകൾ, ആക്രി കടകൾ എല്ലാവരും കയ്യേറി കഴിഞ്ഞു. അതിനകത്താണ് ചവറുകൾ ഇടുന്നത്. ഇതാ ഇവിടെ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പുകളും എല്ലാവരും അവരുടെ ചവറ് വേസ്റ്റ് സാധനങ്ങൾ ആറിലോട്ടാണ് എറിയുന്നത്. അങ്ങനെ ആറ് സുഖമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്നത്. മഹാരാജാവിൻ്റെ കാലം തൊട്ട് ഒഴുകുന്ന ഒരു ആറാണ്. ഇവിടെ ഇങ്ങനെ വെള്ളപ്പൊക്കമില്ല. ഇത് ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കയ്യേറ്റത്തിൻ്റെ ഭാഗമായ